കൂട്ടുകാരാണ് ഇവനെ മോശമാക്കുന്നതെങ്കിൽ പോലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ ഒരു അവയവം ഒന്നായാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ഒന്നാകുന്നതാണ്. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ ഒരു അവയവം മോശമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും മോശമാകുന്നതാണ്. അലാ വഹിയൽ ഖൽബ്, അതെന്താണെന്നറിയുമോ? അത് ഹൃദയമാണ്. ഈ ഒരു ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിചിന്തനം ചെയ്യാം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലേക്ക് തന്നെ പോകട്ടെ. അല്ലാഹു ശുദ്ധമായ ഖുർആൻ ശരീഫിൽ കൂടി പറയുന്നത് 12 മാസങ്ങളുണ്ട്. അതിൽ 4 മാസം പവിത്രതയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ഫലാ തഖ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ റജബ് മാസം കടന്നു വരുമ്പോൾ നിങ്ങൾ ആ മാസത്തെ നിങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിക്കരുത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മുടെ മുൻപിൽ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ നാം ഒന്ന് ശ്രദ്ധിക്കണേ. ഏതൊരു മനുഷ്യൻ നന്നാകുന്നതിനും ഏതൊരു മനുഷ്യൻ മോശമാകുന്നതിനും അതിനു വേണ്ടി പണിയെടുക്കുന്നത് അവന്റെ ഹൃദയമാണ്.